രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. മടിയിലിരുന്ന ലാപ്പിൽ തകൃതിയായി ജോലി ചെയ്യുന്നവനെ പിന്നെന്തെങ്കിലും ചോദിച്ച് ശല്യം ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. അതിനൊപ്പം നിർത്താതെ വരുന്ന ഫോൺ കോൾസും അതിന്റെ ഒച്ചപ്പാടും ബഹളവും എല്ലാം കൂടി ആയതും അവൾക്കെന്തോ വല്ലാതെ പോലെ തോന്നി. ഇതിനിടയിൽ നന്നായി വിശക്കാൻ തുടങ്ങി. പക്ഷേ അവനില്ലാതെ എന്തോ കഴിക്കാനും തോന്നുന്നില്ല. ഒടുവിൽ ഏറെ നേരത്തെ മീറ്റിംഗിനൊടുവിൽ അവൻ ചെവിയിൽ നിന്ന് ഇയർബഡ്സ് എടുത്ത ടേബിളിന് മുകളിലേക്ക് വെച്ച് ഇരു കൈകളിലും മുകളിലേക്കാക്കി സ്ട്രെച്ച് ചെയ്യുന്ന കണ്ടതും അവൾ ഇപ്പുറത്തെ ഭാഗത്തു നിന്നും എഴുന്നേറ്റ് അവനടുത്തേക്ക് നടന്നു ചെന്നു. കഴിക്കാൻ വെച്ചേട്ടാ? നീ ഇതുവരെ കഴിച്ചില്ലേ? അവന്റെ കണ്ണുകൾ ക്ലോക്കിലേക്ക് പോയി. ഈ നേരം വരെ പട്ടിണി ഇരിക്കേണ്ട കാര്യമുണ്ടോ? ആഹാരം ഉണ്ടായിരുന്നില്ലേ? എടുത്ത് കഴിച്ചുകൂടായിരുന്നോ? ദേഷ്യത്തോടെയാണ് ചോദ്യമെങ്കിലും എന്തൊക്കെയോ എവിടെയോ മിസ്സിങ് പോലെ തോന്നി അവൾക്ക്. വാ, ഒരുമിച്ച് കഴിക്കാം. അവൾ എഴുന്നേറ്റുകൊണ്ട് അവന്റെ കയ്യിൽ പിടുത്തമിട്ടതും അവൻ ആ കൈ പെട്ടെന്ന് പിന്നിലേക്ക് വലിച്ചു. നീ പോയി കഴിച്ചോ, എനിക്ക് ഇനിയും പെൻഡിങ് വർക്കുകൾ ഒരുപാടുണ്ട്. പറയുന്നതിനൊപ്പം തന്നെ അവൻ സോഫയിലിരുന്ന് ഏതോ ഫയൽ എടുത്ത് മടിയിലേക്ക് വെക്കാൻ തുടങ്ങിയതും അവൾ അതിൽ പിടുത്തമിട്ട് വാങ്ങിച്ചുകൊണ്ട് മുന്നിലെ ടേബിളിലേക്ക് വെച്ചു. എന്നോട് പിണങ്ങിയിട്ടാണോ? അവളുടെ ശബ്ദം എവിടെയൊക്കെയോ ചിലമ്പിക്കാൻ തുടങ്ങിയിരുന്നു. എന്തിനു പിണങ്ങണം? അല്ലെങ്കിൽ തന്നെ പിണങ്ങുന്നതും വഴക്കുണ്ടാക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ ഞാനല്ലേ? സിദ്ധിദാത്രി നല്ല കുട്ടിയല്ലേ? മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് സംസാരം. വിച്ചേട്ടാ, കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്കു ധാത്രി. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? കുളിച്ച് ഫ്രഷായി കഴിഞ്ഞ് വല്ലതും കഴിച്ചിട്ട് വീട്ടിലാക്കാൻ ഞാൻ ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വീട്ടിലാക്കാനോ? അവൾ ഞെട്ടിക്കൊണ്ടാണ് ചോദിച്ചത്. അതെ, സിദ്ധി വീട്ടിൽ പൊക്കോളൂ. സിദ്ധിയോ? എന്നെ ധാത്രി എന്നല്ലേ വിളിക്കാറുള്ളൂ? ചോദിക്കുമ്പോൾ തൊണ്ട വല്ലാണ്ട് ഇടറി. സിദ്ധിയാണെങ്കിലും ധാത്രിയാണെങ്കിലും നിന്റെ പേര് തന്നെയല്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട. രാവിലെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ക്യാമ്പിനെ പറ്റി വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. നിന്റെ അമ്മമ്മയല്ലേ, വിശ്വസിച്ചോളും. അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞതും പെണ്ണ് അവന്റെ കോളറിൽ പിടിച്ച് തനിക്ക് നേരെ മുഖം തിരിച്ചു. എന്താ വിച്ചേണ്ട പ്രശ്നം? എന്തിനാ എന്നോട് ഇങ്ങനൊക്കെ പറയുന്നത്? തമാശയാണെങ്കിൽ വേണ്ട കേട്ടോ, എനിക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ട്. കണ്ണ് നിറഞ്ഞൊഴുകി അവന്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ടായിരുന്നു ദേഷ്യം മുഴുവനും അവൾ കാണിച്ചത്. തമാശയൊന്നുമില്ല സിദ്ധി. ധാത്രി, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. അവന്റെ ചുണ്ടിനറ്റം ഒന്ന് വിടർന്നു. പക്ഷേ അടുത്ത നിമിഷം തന്നെ കീഴ്ചുണ്ടിനെ മുഴുവനായും കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ നീട്ടിയൊന്ന് നിശ്വസിച്ചു. ഓക്കെ ധാത്രി, ഞാൻ തമാശ പറഞ്ഞതൊന്നുമല്ല. നിന്നോട് നാളെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ടാണ്. അപ്പോ ഏട്ടനോ? ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സോഫയിൽ നിന്നും എഴുന്നേറ്റവൻ നടക്കാൻ തുടങ്ങിയതും അവൾ അവനെ പിന്നിലൂടെ ചെന്ന് വട്ടം ചുറ്റി പിടിച്ചവന്റെ മുഖം പുറത്തേക്ക് അമർത്തി വെച്ചു. എന്തിനാ എന്നോട് ഇങ്ങനൊക്കെ? സത്യമായിട്ട് ഞാനപ്പോ തമാശക്ക് പറഞ്ഞതാ, അല്ലാതെ. പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ ഇടം കൈ പിന്നിലേക്കാക്കിയവൻ പിടിച്ചു മുന്നിലേക്ക് നിർത്തിയിരുന്നു. നീ ആ പറഞ്ഞൊന്നും കള്ളമല്ല ധാത്രി. എനിക്ക് ദേഷ്യവും വാശിയും കൂടുതലാണ്. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അത് സഹിക്കാൻ പറ്റില്ല. ദേഷ്യം വന്നാൽ ചില നേരം എനിക്ക് കണ്ണുപോലും കാണില്ല. അതൊന്നും സഹിച്ചും പുറത്തു നിൽക്കേണ്ട ആവശ്യം നിനക്കുമില്ല, ആർക്കുമില്ല. വിച്ചേട്ടാ, അവൾ ഞെട്ടിക്കൊണ്ടാണ് അവനെ വിളിച്ചത്. പറഞ്ഞല്ലോ ധാത്രി, എന്റെ ദേഷ്യത്തെ സഹിച്ചു നിൽക്കാൻ വയ്യെങ്കിൽ നിനക്ക് എന്നിൽ നിന്നും പോകാം. അല്ലെങ്കിലും എന്റെ അടുത്ത് നിന്നും പോകാൻ കാരണമായി നിൽക്കുന്നവളല്ലേ. എന്തായാലും മറ്റു പല കാരണങ്ങൾ കിട്ടിയില്ലെങ്കിലും ഈ കാരണം അതിനെല്ലാം ഉതകുമെന്ന് തോന്നുന്നു. അവളിലെ പിടിവിട്ടവൻ പോയതും അവനെ അതുപോലെ പിടിച്ചു നിർത്തി പെണ്ണവന്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ച് അല്പം ഉയർന്ന് അവന്റെ കഴുത്തിലേക്ക് തന്റെ മുഖം അമർത്തി. ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അന്ന് അങ്ങനെ ഏട്ടൻ പറയുന്ന കേട്ട് പേടിച്ചു പോയിട്ടല്ലേ. ആഹാ, ഇനിയും നിനക്ക് പേടിക്കാമല്ലോ. അവളുടെ കരച്ചിലിൽ വീഴുന്ന ശരീരം അവന്റെ ശരീരത്തെ തൊട്ടുണർത്തുന്നുണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറ്റി നിർത്തി അവൻ അവളെ ഇടുപ്പിൽ പിടിച്ചുയർത്തി. ഇനി ഞാൻ പേടിക്കില്ല. ഏട്ടനെ വിട്ടെങ്ങും പോവുകയുമില്ല. കരയുന്നതിനൊപ്പം അവന്റെ മേലുള്ള അവളുടെ പിടുത്തം പിന്നെയും മുറുകി. എനിക്കെന്തോ ഉറപ്പില്ല ധാത്രി. ഇന്ന് പാർത്ഥൻ പറഞ്ഞ കാരണങ്ങൾ കേട്ട് എന്നിൽ നിന്ന് അകലാൻ പോയവൾ
നാളെ മറ്റാരെങ്കിലും പേടിപ്പിച്ചിട്ട് എന്നെ കളഞ്ഞിട്ട് പോകില്ലെന്ന് എന്താ ഇപ്പൊ ഇത്ര ഉറപ്പ്? ഞാൻ പോകില്ല, സത്യം. ഇനി ആര് എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ വിച്ചേട്ടനെ വിട്ട് പോകില്ല. വാശി പോലെ ജയിക്കാൻ വേണ്ടി അവള് പിന്നെയും പിന്നെയും പറയുന്ന കേട്ടതും വംശിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നീ പോകും ധാത്രി. ഞാൻ പോകില്ലെന്ന് പറഞ്ഞില്ലേ. എന്നെ വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഓരോ തവണയും അവൻ തന്നെ വിശ്വസിക്കുന്നില്ലെന്നോർക്കെ അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാനൊന്നും പറയില്ല, പക്ഷെ എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്കെന്താ ചെയ്യാൻ പറ്റുക? അവളെ ഇത്തിരി അകറ്റി നിർത്തി നെഞ്ചിൽ കൈയും കെട്ടി ആ കണ്ണിലേക്ക് നോക്കിയാണ് വംശി ചോദിച്ചത്. ഇന്നുച്ചയ്ക്ക് എന്നോട് പറഞ്ഞില്ലേ കല്യാണം കഴിക്കാമെന്ന്? പക്ഷെ നിനക്ക് സമ്മതമല്ലായിരുന്നല്ലോ. സമ്മത. വിച്ചേട്ടൻ എപ്പ പറഞ്ഞാലും സമ്മതം. അതിനിപ്പോ നാളെ ആണെങ്കിൽ നാളെ. അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് അവിടെ അമർത്തി കടിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ സുഖമുള്ള നോവിൽ വിടർന്ന പുഞ്ചിരിയിൽ ഒരു വിജയുടെ ഭാവമായിരുന്നു വംശിക്കാ നേരം. എത്ര നേരം അവന്റെ കൈക്കുള്ളിൽ ആ ചൂടിൽ നിന്നൊന്നറിയില്ല. അവൻ കൈ അയച്ചതുമില്ല, അവളായി അവനിൽ നിന്ന് അടർന്നു മാറാൻ ശ്രമിച്ചതുമില്ല. ഏറെ നേരം കഴിഞ്ഞവന്റെ ഫോണ് റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് ഞെട്ടിക്കൊണ്ടവൾ മുഖമുയർത്തി അവന്റെ ആ മുഖത്തേക്ക് നോക്കിയത്. അപ്പോഴേക്കും അവളെ ചേർത്ത് പിടിച്ചു തന്നെ അവൻ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്തൊക്കെയോ ഇംഗ്ലീഷിൽ വാതോരാതെ സംസാരിക്കുന്ന കേട്ടതും അവൾ അവനിൽ നിന്ന് അകന്നു മാറാൻ നോക്കി. പക്ഷെ തൊട്ടടുത്ത നിമിഷം അവൻ ആ പെണ്ണിനെ ഇടുപ്പിലൂടെ അല്പം ഉയർത്തി അവളുമായി റൂമിലേക്ക് നടന്നു. അകത്ത് കയറി ടേബിളിന് മുകളിൽ വെച്ചിരുന്ന അവളുടെ ബാഗിനടുത്ത് എത്തിയതും അവളെ ആ ടേബിളിലേക്ക് കയറ്റിരുത്തി ബാഗിനുള്ളിൽ എന്തോ തിരഞ്ഞ് അവസാനം ഒരു ഫ്രോക്ക് എടുത്ത് കയ്യിലേക്ക് വെച്ചു കൊടുത്തു വംശി. എന്തുവാണ് കാര്യമെന്ന് ചോദിക്കും മുന്നേ തന്നെ ബാത്റൂമിലേക്ക് കൈ കാണിച്ച് വിരലുകൊണ്ട് പോകാൻ പറഞ്ഞു. ആ സംസാരത്തിനിടയ്ക്ക് താൻ എന്തൊക്കെ ചോദിച്ചാലും ആംഗ്യ ഭാഷ മാത്രമേ ഉണ്ടാകൂ എന്ന് തോന്നി ഫ്രോക്കുമായി അകത്തേക്ക് പോയവൾ വേഗത്തിൽ അതിട്ടുകൊണ്ട് തിരിച്ചിറങ്ങി വന്നു. അപ്പോഴും അവിടെ സംസാരം തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ നോക്കിയപ്പോൾ കയ്യിൽ പിടിച്ച് വലിച്ച് കണ്ണാടിയിൽ മുൻകൊണ്ടിരുത്തി നീളത്തിലുള്ളൊരു കോമ്പെടുത്ത് കയ്യിൽ കൊടുത്തു. അവനെ നോക്കിക്കൊണ്ട് തന്നെ നീളത്തിലുള്ള മുടി നന്നായി ചീകി മെടഞ്ഞിടാൻ പോയതും അവൻ ആ കയ്യിൽ പിടിച്ചു നിർത്തി കണ്ണുകൊണ്ട് വേണ്ടാന്ന് കാണിച്ചു. ഇടുപ്പിന് താഴത്തോളമുള്ള മുടി വെറുതെ അഴിച്ചിടുക എന്ന് വെച്ചാൽ? പെണ്ണവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അത് വീണ്ടും കെട്ടാൻ പോയതും അവൻ ആ കയ്യിൽ തട്ടിമാറ്റി പിന്നീട് അവളെ പുണർന്നുകൊണ്ട് ആ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി. ഒപ്പം അവിടെ മുഖമൊന്നിട്ട് ഉരസി ചെയ്തതും പെണ്ണ് പെരുവിരലിൽ ഉയർന്നുപോയി. അപ്പോഴേക്കും ആ സംസാരം കഴിഞ്ഞു തോന്നി. ചെവിയിലിരുന്ന ഇയർഫോൺ എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ ആ പെണ്ണിന്റെ മുടിയിലേക്ക് കൂടുതൽ ആഴത്തിൽ മുഖം ചേർക്കാൻ തുടങ്ങിയതും അവൾ പിന്നിലൂടെ കൈയിട്ടവന്റെ മുടിയിലേക്ക് വിരൽ വെച്ച് അമർത്തി വലിച്ചു. വിച്ചേ, മുടി കെട്ടണ്ട ധാത്രി. പറയുന്നതിനൊപ്പം തന്നെ കഴുത്തിലൊന്ന് അമർത്തി ചുംബിക്കുകയോട് ചെയ്തതും അവൾ തളർന്നു. കെട്ടണ്ട. താങ്ക്സ്. തിരിച്ചു നിർത്തി അവളുടെ ചുണ്ടിന് മുകളിൽ ചുണ്ടുകൊണ്ടൊന്ന് തടവി മെല്ലെ പറഞ്ഞതും പെണ്ണ് കണ്ണിറുക്കി അടച്ചു കഴിഞ്ഞിരുന്നു. ഒരു കള്ളച്ചിരിയോടെ നോക്കി നിന്നവൻ തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്കിറങ്ങി. നമ്മൾ എവിടെ പോവാ? സർപ്രൈസ്. കൂടുതലൊന്നും പറയാതെ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ചാവിയുമായി വേഗം അവൻ പുറത്തേക്കിറങ്ങിയതും അവൾ ആ കയ്യിൽ പിടിച്ചു നിർത്തി. ഫുഡ്? അത് തണുത്ത് കാണും, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അപ്പോ അതോ? വേസ്റ്റ് ബിന്നിലിട്ടോ? അത്രയും ആഹാരമോ? വളരെ സില്ലിയായി പറയുന്ന കേട്ടതും അവൾ അന്തിച്ചുകൊണ്ടാണ് ചോദിച്ചത്. നീ അതെന്തെങ്കിലും ചെയ്. പറയുന്നതിനൊപ്പം തന്നെ അവളെ വലിച്ചിട്ടു ലിഫ്റ്റിലേക്ക്. പിന്നെ അവളും കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. കാരണം വരുന്ന മറുപടിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബേസ്മെന്റിലെത്തിയതും കാർ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് അവൻ വേഗം നടക്കുന്ന കണ്ടു. അവന്റെ നടത്തത്തിനൊപ്പം എത്താൻ അവൾക്ക് ഓടേണ്ടി വന്നു. കാറിനുള്ളിലേക്ക് കയറിയതും ഒരൊറ്റ പാച്ചിലായിരുന്നു. അതിനിടയിൽ സീറ്റ് ബെൽറ്റ് കൂടി ഇടാൻ പറ്റാതെ അവൾ അതിൽ പിടിച്ചു വെച്ച് എന്തൊക്കെയോ ആണ് ചെയ്തപ്പോഴാണ് അതൊന്നും മുറിയത്. ഒരു 10-15 മിനിറ്റ് യാത്രയിൽ അവൾ പല കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അതിന് കൃത്യമായുള്ള മറുപടിയൊന്നും അവൻ പറഞ്ഞില്ല. ഇനി ഞാൻ ചോദിക്കില്ല, ചെല്ലുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. പിണങ്ങിയിരിക്കുന്നവളെ കൂടുതൽ വാശി പിടിപ്പിക്കാൻ എന്ന പോലെ അവന്റെ പുച്ഛം പിന്നാലെ എത്തി. ഇങ്ങർക്ക് വംശി എന്നല്ല പേരിടേണ്ടിരുന്നത്, പുച്ഛൻ എന്നായിരുന്നു. അവളും വല്ലാത്തൊരു പുച്ഛത്തോടെ മുഖം വെട്ടിത്തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു.
അവസാനം എവിടെയോ ബ്രേക്ക് പിടിക്കുന്ന കണ്ടപ്പോഴാണ് അവൾ ചുറ്റുപാടും നോക്കുന്നത്. നിറയെ ലൈറ്റുകൾ കത്തിക്കിടക്കുന്ന പോലെ ഏതോ ഒരു കട. അവൻ വന്ന് വാതിൽ തുറന്നു കൊടുത്തതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചിറങ്ങി. ആ പിടുത്തം പിന്നെ അയയുന്നത് അത്രയും വലിയ കടയുടെ ഉള്ളിൽ ചെന്ന് ഒരു ആണിന്റെ മുന്നിൽ ചെന്നപ്പോഴാണ്. ഫെലിക്സ്, ഇതാണ് ആള്. ഓക്കെ. അവനോട് ചിരിച്ചുകൊണ്ട് തലയാട്ടി അവളെ അയാൾ നെറുകിൽ നിന്ന് താഴെ വരെ നോക്കാൻ തുടങ്ങി. അയാളുടെ ആ നോട്ടം ഇഷ്ടപ്പെടാതെ അവൾ അവന്റെ പിന്നിലേക്ക് നീങ്ങി. അവളെ പിടിച്ച് നേരെ നിർത്തി വംശി. വിച്ചേട്ടാ! അവൾ ചിണുങ്ങിക്കൊണ്ട് അവന്റെ കയ്യിൽ മുറുകി പിടിച്ചു. ഒന്നുമില്ല, ഈസി. താൻ താൻ പറഞ്ഞതാടോ ശരി. സാരി മതി കേട്ടോ. അവളെ നോക്കി നിന്ന ഫെലിക്സ് ചിരിച്ചുകൊണ്ട് നോട്ടം മാറ്റി അകത്തെ കൗണ്ടറിൽ കയറി പോകുന്നത് കണ്ടു. തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു വലിയ കവറുണ്ടായിരുന്നു. ബ്ലൗസ്? ഓ, പേടിക്കണ്ട, സ്ട്രെച്ചബിൾ ആണ്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. സമയം ഒട്ടും ഇല്ലായിരുന്നല്ലോ. ലാസ്റ്റ് മൊമെന്റിലല്ലേ വിളിച്ചു പറഞ്ഞത്. ആ നേരം കൊണ്ട് അതൊരു ഡിസൈനർ ബുട്ടീക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒപ്പം അവന്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സ് തനിക്കുള്ളതാണെന്നും. അതൊന്നും കുഴപ്പമില്ല. താങ്ക്സ് ഫെലിക്സ്. പിന്നെ ഞാൻ അല്പം തിരക്കിലാണ്. കുറച്ചു കഴിഞ്ഞ് കാണാം. പറയുകയും കൈ കൊടുക്കുകയും ഒക്കെ വേഗം കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ എന്തോ ചോദിക്കാൻ തുടങ്ങിയതും ആരോ രണ്ടുപേർ അവനടുക്കിലേക്ക് വേഗത്തിൽ വരുന്ന കണ്ടു. അവരുടെ കയ്യിലുമുണ്ടായിരുന്നു എന്തോ ഒന്ന് രണ്ട് കവറൊക്കെ. അവരത് അവന്റെ കയ്യിൽ കൊടുത്തതും പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ അവരെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് വംശി പെണ്ണിനെയും കൊണ്ട് കാറിനുള്ളിൽ കയറി. ഇതൊക്കെ എന്താ വിച്ചേട്ടാ? അവൻ ഒരു കള്ളച്ചിരി ചിരിച്ച് തിരിച്ചു നൽകിയതല്ലാതെ അവളോട് പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് അവര് നേരെ പോയത് ആഹാരം കഴിക്കാനാണ്. മുന്നിൽ നടക്കുന്നതൊന്നും എന്താന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവൾ ഒരുമാതിരി വെപ്രാളപ്പെട്ടിരുന്നപ്പോൾ ചെക്കൻ ദേഷ്യപ്പെട്ട് അവളെ കൊണ്ട് വയറ് നിറച്ച് കഴിപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. അകത്തേക്ക് കയറി കവറുകളുമായി മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ അവനെ അവൾ കയ്യിൽ പിടിച്ചു നിർത്തി. ഇനി സത്യം പറ, എന്താ ഇതിനുള്ളില്? വീട്ടിലെത്തിട്ട് പറയാന്നാട്ടോ പറഞ്ഞിരുന്നേ? അപ്പോഴേക്കും പരിഭവം കൊണ്ട് ആ മുഖം നല്ലോണം വീർത്തിരുന്നു. പറയില്ല, പക്ഷെ കാണിച്ചു തരാം. അവളെയും ചേർത്ത് പിടിച്ച് കട്ടിലേക്ക് പോയിരുന്നവൻ മറ്റ് കവറുകളൊക്കെ മാറ്റിവെച്ച് അതിൽ നിന്നും ചെറിയൊരു ബോക്സ് മാത്രം കയ്യിലേക്ക് എടുത്തു. ഒപ്പം അവളെ മടിയിലേക്കും പിടിച്ചിരുത്തി. ആക്ച്വലി അതൊരു ജുവലറി ബോക്സ് ആയിരുന്നു. അതവൻ കയ്യിലേക്ക് എടുത്തതും എന്തിനെന്നറിയാതെ അവളുടെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. ഓപ്പൺ ഇറ്റ്. അവൾക്ക് മുന്നിലേക്ക് നീട്ടി അവൻ മെല്ലെ പറഞ്ഞതും പെണ്ണത് പതിയെ തുറന്നു. അതിനുള്ളിലിരിക്കുന്ന സാധനം കണ്ടതും അവളുടെ കണ്ണ് വല്ലാതെ വിടർന്നുപോയി. താലി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് പാർട്ട് വൈകുന്നേരം 8:30 ശേഷം ഉണ്ടാവും കേട്ടോ.